ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് ഗോതമ്പ് പുട്ടും കപ്പക്കറിയാണ് കേട്ടോ. കപ്പ ഞാനവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ നമുക്ക് ചായ വെക്കാം. പാല് കാച്ചാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പാലെടുത്തിട്ട് ചായ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് താളിക്കണം. പിന്നെ ഇത് പുട്ടിനുള്ള പൊടി നനക്കട്ടെ. അപ്പോൾ ഇത് പാല് തിളച്ചിട്ടുണ്ട്. അതിർത്തിച്ചിട്ട് ചായക്കുള്ള വെള്ളം വെക്കട്ടെ കേട്ടോ. മോനുള്ള ചായ കൊടുത്തിട്ടോ. ഇനി ഞാനും ഗ്ലാസ് ചായ കൊടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ പുട്ട് അടുപ്പത്തായിട്ടുണ്ട്. പുട്ട് അവിടെ ഇരുന്ന് വേവട്ടെ. ആ നേരം കൊണ്ട് എനിക്ക് കുറച്ച് പാത്രങ്ങൾ തേച്ച് കഴുകാനുണ്ട്. അപ്പോൾ ഞാനത് വേഗം തന്നെ തേച്ച് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാളയിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ വേഗം വെട്ടി തേച്ച് കഴുകിയെടുക്കാം. അപ്പോഴേക്കും എന്ത് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. പുട്ട് കുത്തിയെടുക്കുവാണ്. കപ്പ താളിച്ചിട്ടിട്ട് ഞാൻ റൂമൊക്കെ അടിച്ച് വരാൻ പോയി. തുടക്കുന്നില്ല കേട്ടോ. ഇന്നലെ വൈകുന്നേരം തുടച്ചതാണ്. അപ്പോൾ ഇനി ഞാനിന്ന് വൈകുന്നേരം തുറക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ റൂമൊക്കെ അടിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ മോന് കഴിക്കാൻ കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ചാള വെട്ടിയെടുക്കാം. കുഞ്ഞു ചാളയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ചാള ഇവിടെ വെട്ടി തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാളയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു കുഞ്ഞു കഷ്ണം കുടംപുളിയും കൂടിയിട്ട് ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. ഗോതമ്പ് പുട്ടും കപ്പക്കറിയും ഗോതമ്പ് പുട്ടും കഴിക്കാൻ പോവാണ്. കഴിക്കട്ടെ കേട്ടോ. കപ്പ വേവിച്ച വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇതേ കപ്പ വീണ്ടും നമ്മുടെ ഉരുളിയിലേക്ക് തന്നെ ഇടുവാണ്. പിന്നെ നമ്മുടെ കപ്പയിലേക്ക് പറ്റിച്ച് വെച്ചിരിക്കുന്ന ചാളയുടെ മുള്ള കളഞ്ഞിട്ട് അതിൻ്റെ മാംസം മാത്രമായിട്ട് എടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഇത് ചാളയിലെ മുള്ളെല്ലാം മാറ്റി മാംസം മാത്രമൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് ആ കുഞ്ഞു മുള്ള് മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ അത് ചാള വേവിച്ച വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാള വേവിച്ച ചട്ടിയില്ലേ, അത് കഴുകിയ വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു സവാളയുടെ പകുതിയുണ്ട്, അതരിഞ്ഞിടാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അതേ ഒരു പച്ചമുളക്, 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കഞ്ഞിയും കപ്പയിട്ട് വെച്ച ചാളക്കറിയും റെഡി ആയിട്ടുണ്ട്. വിളമ്പട്ടെ കേട്ടോ. അപ്പോൾ ഇതേ മോന് കഞ്ഞി കൊടുത്തു, അവൻ കഴിക്കുവാണേ. ഞാനും കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.